ഹലോ ഗൈസ്, നമ്മളിന്ന് ഒറ്റക്കല്ല കളിക്കാൻ പോകുന്നത്. നമ്മളിവിടെ 4 പേരുണ്ട്. ഒന്നാമത്തെ ആള് എൻ്റെ പേരെന്താ? ഷാനു. എൻ്റെ പേരെന്താ? മനോഷ്. എൻ്റെ പേരെന്താ? അതും. എൻ്റെ പേര് എല്ലാവർക്കും അറിയാലോ. പിന്നെ ഗൈസ് നമ്മൾ ലാപ്ടോപ്പിലാണ് കളിക്കുന്നത്. പിന്നെ മറക്കണ്ട, നമ്മൾ വേറെ വീട്ടിലാണ്. അത് മറക്കാനൊന്നുമില്ല, വേറെ വീട്ടിലായതുകൊണ്ടാണ് മുഖം കാണിക്കാതെ. അടുത്ത വീഡിയോയിൽ എൻ്റെ ആദ്യത്തെ ഗ്രാൻഡിൻ്റെ വീഡിയോ ആണ് ഗൈസ്. അതിൻ്റെ ഒരു ഗെയിമിംഗ് വീഡിയോ ഇട്ടില്ല, പക്ഷേ ഹെഡ് ഷോട്ട് എങ്ങനെ അടിക്കേണ്ടത് വീഡിയോ കിട്ടിയിരുന്നു. നമ്മളിപ്പോൾ ഗെയിം തുടങ്ങാൻ പോവാണ്. ഷൂട്ടൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾ വായിച്ചോളൂ. എനിക്ക് വായിക്കാൻ സമയമില്ല. എൻ്റെ വായിച്ചിട്ട് എന്താ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തതിൽ കമൻറ്റ് ബോക്സിലിട്ടായി അടുത്ത കളി നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇൻട്രോ കണ്ടല്ലോ. നിങ്ങൾ കണ്ടവരുണ്ടാവും, കാണാത്തവർ വിഷമിക്കൊന്നും വേണ്ട. അടുത്തതിൽ നമുക്ക് ഇൻട്രോ വെക്കാം. ഇത് തീരെ സമയമില്ലിട്ടു, നമ്മൾ പുതുക്കത്തിന് പോകാൻ ടൈമായി. അവിടെ വേഗം എടുക്കണ കുറച്ച് സമയം കൊണ്ട് വേഗം ലാപ്ടോപ്പ് കളിക്കാം. ഫോട്ടോയിലാണെങ്കിൽ പിന്നെ അല്ല, ഫോണിലാണെങ്കിൽ പിന്നെ ഇത് ലാപ്ടോപ്പിലാണ് കളിക്കുന്നത്. നമ്മൾ ഗെയിമിങ് ലാപ്ടോപ്പില്ലേ, നമുക്ക് കുറേ ഗെയിം കളിച്ചാണല്ലോ. അതുകൊണ്ട് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ നമുക്കറിയാം. ഇത് വേഗം ചെയ്യട്ടെ. നമ്മളതിൻ്റെ ഉള്ളിൽ കുടുക്കിയിട്ടിട്ട് 2 നമ്മൾ ആദ്യം അങ്ങോട്ട് പോകാൻ പാടില്ല കേട്ടോ. നമുക്ക് ടാക്ടീസ് ആണ്. പ്രോ പ്ലേയേഴ്സ് ഒക്കെ ഇങ്ങനെ കളിക്കുക. നമ്മൾ ജയിക്കുന്ന അത്ര ഉറപ്പൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ പ്രോ പ്ലെയർ ആണെങ്കിലും ചിലപ്പോൾ പയറാവാറുണ്ട്. പക്ഷേ പിന്നെ ഞാൻ എന്തായാലും ജയിക്കണം. പക്ഷേ പിന്നെ 3 ആൾക്കാരുള്ളതുകൊണ്ട് ഒരു പൊട്ടത്തരം പറഞ്ഞത്. അപ്പോൾ ഞാൻ പൊട്ടത്തരം ചെയ്യും. നമ്മൾ ആദ്യം ഇങ്ങോട്ട് പോയിട്ട് എന്തുണ്ടോ നോക്കണം. ഇവിടെ നിന്ന് എനിക്ക് ആദ്യം 3 കളിയിൽ വെപ്പൺ കിട്ടി. നമുക്ക് മെല്ലെ പോയി നോക്കാം. ഞാൻ പേടിച്ച അവിടെ ഗ്രാനി വരും കേട്ടോ. കഴിഞ്ഞല്ലോ ചിലപ്പോൾ ഗ്രാനി വരെ ചാൻസ് ഉണ്ട്. ഈ ഗ്രാനിക്ക് വട്ടാണ്. വേഗം വിട്ടാൽ റെഡിയാവും. എല്ലാം റെഡിയാവും, വേഗം വിട്ടു. നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. എടാ, നമുക്ക് മെല്ലെ പോയി നോക്കിയാലോ. വേഗം വാ. എന്താ സംഭവിക്കോ എന്താന്ന് അറിഞ്ഞൂടാ. തള്ള ഞാൻ തല ഒന്ന് അടിച്ച് പൊട്ടിച്ചോട്ടെ. സുന്ദരമായ തലല്ലേ, ഞാൻ റെപ്പാക്കി തരാം. ആടെ എന്തോ വയലുള്ള പോലെ തോന്നി. ദേഷ്യം ഇല്ലാന്ന് തോന്നി. വേഗം വിട്ടോ. പറയുന്നില്ല. വേഗം വിട്ടോ. വളി വിട്ടോ. നമ്മൾ പ്രോ പ്ലേയേഴ്സ് ആയതുകൊണ്ട് 8 ടാക്ടീസ് ആണ്. പിന്നെ നമ്മൾ ഗ്രാൻഡ് പണ്ട് എക്സിലേറ്റർ ഇവിടെ എടുത്താൻ പറയാം. മറ്റേ സേവ് ചെയ്യാം. എന്താ പൊട്ടന്മാരല്ലേ, ഗ്രാനി വരുമോ? ഇല്ല, വേഗം പറഞ്ഞു. എനിക്ക് പേടിയാണ്. പേടിൻ്റെ അണ്ണാക്കി കൊണ്ടുവരും. അണ്ണാക്കി കൊണ്ടുവരുന്ന സാധനമല്ല. ലെപ്പാപ്പൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാവില്ല, തുറന്നിട്ടുണ്ടാവില്ല. സ്റ്റോൺ കിട്ടിയിട്ട് സ്റ്റോൺ കളക്ട് ചെയ്യാം. പ്ലാങ്ക് അതിൻ്റെ മുകളിൽ നമ്മളെങ്ങനെ എടുക്കൂ? എന്നാലും നമുക്ക് വീക്ക് റാങ്ക് കിട്ടും. നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. തള്ളാന്ന് പറയാൻ പാടില്ല, നമ്മുടെ വയസ്സന്മാർ തള്ളാന്ന്. ലെമ്മച്ചി ആ തലമണ്ണെന്ന് കാണിച്ചാൽ അടിച്ച് പൊട്ടിക്കായിരുന്നു. അത് സംഭവിക്കില്ല. ലെമ്മച്ചി മെല്ലെ ഒന്നായി. ഞാൻ പാവാണ്. തൊട്ടാ പോലീസ് കളിക്കടാ. ഇവന്റെ സെർബിയൻ ലേഡി ചത്തി. ഇതിന്റെ അടുത്ത് വേഗം രക്ഷപ്പെടാനുള്ള ഒരു വഴി പറഞ്ഞാൽ നമുക്ക് മറ്റേ ടെഡി കണ്ടുപിടിച്ച് എന്റെ കൈ പോയി. ഇതിന്റെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് ഞാൻ പറയാം. Day 2 എത്തി ഗൈസ്. Day 2 എത്ര പെട്ടെന്ന് Day 2 എത്തിയില്ലേ? ചാൻസ് കുറവാണ്. വേഗം ചേട്ടെ. എനിക്ക് ഇത് Day 2 രാത്രി തന്നെ. രാത്രി ഞങ്ങള് പിന്നെ ഇതാക്കുകയാണെങ്കിൽ ഒരു 12 മണിയായിട്ടുണ്ടാവും. പോടോ, 12:52 നോക്കട്ടെ. 12:52. എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? ലെമ്മച്ചിക്ക് കൈവേലുകൊണ്ടാണ് ഇത്ര പവറില്ലാത്ത. എന്നാലും സെറ്റല്ലേ. Day 3 എത്തി ഗൈസ്. ചാടി കയറി അമ്മച്ചിന്റെ പൊട്ടത്തറ ഡയലോഗ് ഒന്നുകൂടെ ഇവർക്ക് നമ്മളെ അടിച്ചിട്ടിട്ട് ഇവിടെ തന്നെ ഇടണം. എന്താ ചെയ്യാ? 4 പ്ലേ സ്റ്റോറിൽ ഇറങ്ങിയിട്ട് കേട്ടിട്ടുണ്ട്.
എല്ലാവരും കയറ്റി കളിച്ച് നോക്ക്. എനിക്ക് ഒരു അത് ഗ്രാനി ആണോ 4 ആണോ ഡൗട്ട്, അല്ലെങ്കിലോ അതുകൊണ്ടാണ് അവൈലബിൾ ആണ്. അതിൻ്റെ എന്തോ ഗ്രാനി 4 നല്ലതല്ലേ, ഗ്രാനി നടിച്ചതിൻ്റെ എന്തോ ഗ്രാനി 4 നണ്ട് ആക്സിഡൻറ്റ് കിട്ടിയാൽ വേഗം പോയി ഇട്ടെ, വേഗം പോട്ടെ. ഗ്രാൻഡ് അല്ലേ ഗ്രാൻഡ് പാ ഇല്ല ഗ്രാൻഡ് തന്നെ ഓടിക്കോ, ദീപമ്മേണ് ഓടിക്കോ. ആ മോനെ അവിടെ നിന്നാണ് ആ തോക്കിന്റെ തലമണ്ട കടിച്ച് പൊട്ടിച്ചാളി ഒപ്പം എവറങ്ങ് വരും. അവൻ്റെ തലക്കടിക്കോ കിളവാ, എനിക്ക് ജീവൻ വേണം കിളവാ. സംഭവം അറിയോ, ഞാനാണ് ഈ ഗെയിമിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷെ എൻ്റെ മനസ്സിൽ 3 ആൾക്കാരാണ്. ഒന്ന് ഷാനിപ്പൊട്ടൻ, ഒന്ന് ആദുപൊട്ടൻ, ഒന്ന് അമൻ പൊട്ടൻ, 3 മൊയന്ത്. നമ്മൾ മെല്ലെ നടന്ന് പോകുമ്പോൾ മറ്റാൾ അവിടെ വന്നിട്ട് മറ്റാള് സെർബിയൻ ലേഡി. എൻ്റെ പേര് സെർട്ടീനിയ എന്നിട്ടാണ്. ഞാൻ സെർബിയൻ ലേഡി എന്ന വാലി വരിക അങ്ങ് പറഞ്ഞു വിടും. നിങ്ങൾ ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂവി എക്സ്പ്ലെയിൻ സമയത്താണല്ലോ സെറ്റ് ചാനലാണ് ഗൈസ്. അത് കയറിയിട്ട് ഇങ്ങോട്ട് കയറുക, സെറ്റാണ് ഗൈസ് മൂവി എക്സ്പ്ലെയിൻ. നിങ്ങൾ ശ്വാസമ്മനും കാണണം. ശ്വാസമ്മനാണ് ഇത് പറയുന്നത്. നമുക്ക് ബാക്കിൽ നിന്ന് ആക്കാൻ ആവശ്യം, നമുക്ക് ഇവിടെ ഇട്ടങ്ങ് പോവാം. മൂവി എക്സ്പ്ലെയിൻ അമിത്തിൻ്റെ ഇൻട്രോ മനസ്സിലാണ്. എൻ്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിൻ. ഞാൻ അധികം വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും കാണുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇത് മറക്കണ്ട. മൂവി എക്സ്പ്ലെയിൻ അമിത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഇത് എടുക്കണ്ട, കറക്റ്റ് മൂവി വരുന്നുണ്ടോ. ഒരു കൈമലി മറ്റേ ഒരു എന്തോ പൂത്തിരി എത്തിച്ചോലും ഉണ്ടാവുക. വേറെ ഒന്ന് കാണിച്ചുതരാം. എൻ്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. നമ്മൾ ഗ്രാനിയിൽ വിട്ടുപോയി. സെറ്റാണ്, ഞാൻ കാര്യം പറയും, സെറ്റാണ്. നിങ്ങൾ ഗ്രാനി 1 മാർബൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ മതിയോ, നമ്മൾ രക്ഷപ്പെടണ്ടേ. അതിന് മുമ്പ് ഞാൻ തലടിച്ച് പൊട്ടിക്കിട്ടാ ആൾക്കാർ നോക്കട്ടെ. നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾ മാർബൽ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ എന്തായാലും പറ്റും. അമിത് എന്തായാലും കാണും, മാർവൽ ഇഷ്ടമല്ലോ എന്തായാലും കാണാം. പക്ഷെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുന്നുണ്ടെങ്കിലും സെറ്റാണ് സാധനം, കറക്റ്റ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആനിമിയൊക്കെ കാണണമെങ്കിൽ ഒരു ആപ്പ് ഉണ്ട്, അധികം കോമഡി ഒക്കെ ഉണ്ടാവും. മോനെ ഞാനിവിടുന്ന് പോണട്ടോ, എന്നെ ഞാൻ പിന്നെ എടുത്തോളാം. പോയി സെർബിയൻ ലേഡി സെർട്ടീന അല്ലടാ, വായി കിട്ടുന്ന സെർബിയൻ ലേഡി. സെർബിയൻ ലേഡി നിങ്ങൾക്ക് അറിയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് എസ്കേപ്പ് ആയാൽ നിങ്ങൾ ലൈക്കും ഷെയർ ഇല്ല, എസ്കേപ്പ് ആയില്ലെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാം. എന്തായാലും എസ്കേപ്പ് ആവില്ല, എനിക്ക് ഇത്രയുണ്ട്. അതാ പറഞ്ഞ് തീർന്നില്ല, എനിക്ക് കരുന്നാക്കാണ്. മോനെ വെടിവെക്കാൻ ടൈം ഇട്ടില്ല, അപ്പത്തേക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് ലെപ്പാപ്പന് കലിപ്പ് കയറിക്കട്ടു. ഡേ 4 ആയി. ഇതിങ്ങനെ എൻ്റെ സൗണ്ട് പറ്റുന്ന അറിയോ, ഒരു എടുക്കുക ഇതിൽ ലെമ്മച്ചി എന്നുണ്ടാവും. ആ ലെമ്മച്ചി പോയിട്ട് നമുക്ക് മോനെ അങ്ങനത്തെ സൗണ്ട് എടുക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കിയതാണ്, മുമ്പൊക്കെ ഒരു ഇതിലൂടെ ഉണ്ടായി വെഞ്ചോട്ട് കൂടി തന്നെ പറ്റും. പിന്നെ ഉള്ളത് മറ്റേ ഗ്രാൻഡ് പാ, ബേബി, റോബോട്ട്, അങ്ങനെ കുറേ ഉണ്ട് നമ്മൾ സെറ്റ് വീട്ടിൽ. ഏത് ഭാഷയാണിത്? ലാസ്റ്റ് ഡേ ഇൻ ദിസ് ഹൗസ്. നമ്മൾ നോക്കാൻ പോണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും. ശ്വാസം എന്ന് പറഞ്ഞാൽ വെറും ഒരു ഗ്രാനി ഗെയിമിങ് മാത്രമല്ല, ഞങ്ങൾക്ക് സിനിമ ഉണ്ട്, ഇത് റിവെഞ്ച് എന്ന് പറഞ്ഞാൽ 2 സീസൺ ഇട്ടിക്കണ്. പിന്നെ ഉള്ളത് ഞങ്ങൾക്ക് ഗെയിമിൻ്റെ കുറച്ചുണ്ട്, പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറച്ചുണ്ട്, പിന്നെ മറ്റേ അങ്ങനെ കുറേ ഉണ്ട്. കിട്ടുന്നില്ല, കുറച്ച് പാട്ടൊക്കെ ഉണ്ട്. ആരെല്ലോ നൈസ് വോയിസ് എന്ന് കിട്ടുക, ആരതോ മുഖ്യതാണ്. അങ്ങനെ നൈസ് വോയിസിനെ കിട്ടിക്ക് ആടെ നേരത്തെ കാൽമ കൊടുക്കുന്ന സാധനം ഇട്ടല്ലേ, കാണുന്നില്ല. ലാസ്റ്റ് ലെമ്മച്ചി മോനെ എനിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ, നീ അതിൽ പോയിട്ട് വാ. ലെമ്മച്ചി ഞാൻ മുകളിൽ കയറുന്നു. ലെമ്മച്ചിൻ്റെ ക്രഷ് ഇടുന്നു ബാക്കിൽ നിന്ന്. മോനെ അതിൻ്റെ ക്രഷ് അല്ല, എന്നെ തലയെ കയറ്റി വലിക്കുന്ന ആളാണ്. ഓക്കെ സീൻ്റെ ഉള്ളിൽ 2 സാധനം വേണം, അതിന് നമുക്ക് വെപ്പൺ കിട്ടും. കഴിഞ്ഞ കളിയിൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്,
അതിൽ എസ്കേപ്പ് ചെയ്യാൻ ജസ്റ്റ് വെച്ചില് പിന്നെ വീഡിയോ എടുത്താൽ അത് തിരിയുമ്പോഴാണ് എന്നെ ലെപ്പാപ്പം ബാക്ക് നിന്ന് അടിക്കണേ. അല്ലെങ്കിൽ ഞാൻ ആ കുടം കൂടി വെച്ചിട്ടില്ല ഒന്നും പറഞ്ഞില്ലേ, ആ സാധനം കൂടി വെച്ചിട്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ. ആ സാധനം കൂടി വെച്ചാൽ നമുക്ക് ഒരു സാധനം കിട്ടും. ലെപ്പാപ്പം പോയോ, വേഗം വിട്ടോ, വഴി വിട്ടോ. സെർബിയൻ ലീഡ് വേഗം വിട്ടു. ഞാൻ വേഗം ചത്ത് ഐസിനുള്ളി ഉണ്ടായിണ്ട. നമ്മൾ ഈ 5 ദിവസമായിട്ട് ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് നോക്കുന്നത്. ആ ഫ്യൂസ് കിട്ടി. മോളിലേക്ക് വാഞ്ഞു ഫ്യൂസ് കിട്ടി. ഞാൻ ഫ്യൂസ് നല്ലോണം പോയിക്കുക. അപ്പോൾ ഫ്യൂസ് ഇടുക മുകളിൽ കിട്ടോ. അതിനുള്ളിൽ എന്താ കേബിൾ ഉണ്ടായാൽ മതി. അവിടെ കേബിള് എൻ്റെ മോനെ. സത്യം പറഞ്ഞ കേബിൾ എന്തിനാ മുകളിൽ കയറട്ടോ. ഇത് കിട്ടി. ലെമ്മച്ചിന്റെ ഫ്യൂസ് കിട്ടിക്കിട്ടാ. മോനെ ഇറങ്ങി വരുമോ? ആ മുട്ടായി തരാണ്. മുട്ടായിക്ക് കുറച്ച് മേലുണ്ടാവും. അമ്മച്ചി ആ ഫ്യൂസ് എടുത്ത് തലയിലിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിയെങ്കിലും വെക്ക്. ഇങ്ങനെ കുകളിൽ കയറി ചാവാൻ പോകുന്ന കണ്ടിക്കുന്ന ആളെ ഇങ്ങനെ പുറത്ത് വരുമോ? ആ ഫ്യൂസ് എടുത്ത് തലയിലിട്ട്. കുറെ നേരെ ലെമ്മച്ചി കളിക്കുന്നു. ലെമ്മച്ചി അപ്പാപ്പന് വന്ന് ഇപ്പൊ തല പൊളിച്ചിട്ടാ. ആ കള്ളക്കാക്കടെ. അല്ലെങ്കിൽ നമുക്ക് മറ്റേ മാസ്റ്റർ കീ ആയിരുന്നു. ഈ മാസ്റ്റർ കീ ഉണ്ടാ എന്താ ചോപ്പ്. ഞാൻ ഗ്രാനി വണ്ണതിന് അധികം കളിക്കുന്നത്. അതുകൊണ്ട് മാസ്റ്റർ കീ എന്ന് ഞാൻ പറയുന്നു. മാസ്റ്റർ അല്ല എന്തോ കീ ഉണ്ട് നന്നായി. നമ്മൾ മറ്റേ സെർബിയൻ ലേഡിൻ്റെ സ്ഥലത്തെത്തി ഗൈസ്. അവിടെ ക്രോ ബാഗ് വേണം. ഇങ്ങോട്ട് ആരും വരില്ല ഗൈസ്. എല്ലാവർക്കും എന്നെ പേടിയാണ്ട് ഇങ്ങോട്ട് ആരും വരില്ല. എല്ലാവർക്കും എന്നെ പേടിയാണ്. ഞാൻ വട്ടം ചുറ്റി കളിക്കുമ്പോഴാണ് ഇവിടെ ഒരു പാവക്കുട്ടിനെ വേണമെന്ന് അറിയുന്നത്. ആ സെർബിയലാടിൻ്റെ കുട്ടിയാ. ലെമ്മച്ചിക്ക് വാലന്റൈൻസ് ഡേക്ക് ലെപ്പാപ്പ കൊടുത്തതാണ്. മോളത് എടുക്കണ്ടോ? ഓളെങ്ങനെ നമ്മള് കയറി പോവുക? നമുക്ക് ക്രോ ബാഗ് ഇല്ല മറ്റേ വെപ്പൺ കീ എടുത്ത് വെച്ചങ്ങ് വെച്ചു. പോയി മണ്ടത്തരം കട്ട മണ്ടത്തരം. ലെപ്പാപ്പ എടാ നേരത്തെ കേറാത്ത ആളല്ലേ കേറി വരുന്നേ. ലപ്പാപ്പ മാണ്ട അടുത്ത പ്രാവശ്യം മുട്ടായി തരാ. ഗ്രാനിനെ മാറ്റി നല്ല ഗ്രാനിനെ തരാ. പാപ്പനെ ഞാൻ കാണിച്ചിട്ടില്ല. അടുത്ത ഗെയിമായിട്ട് വേറെ കഴിച്ചു. മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഞാൻ തോറ്റിട്ടാ. ടു ബി കണ്ടിന്യൂഡ്.